കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ KSRTC ബസിന് പുറകിൽ പിക്കപ്പ് ജീപ്പ് നിയന്ത്രണം വിട്ടിടിച്ച് അപകടത്തിൽ പിക്കപ്പ് ജീപ്പ് ഡ്രൈവർ കൊട്ടിയൂർ ചപ്പമല സ്വദേശി കരിമ്പനക്കൽ റഷീദിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ മാനന്തവാടിയിലേക്ക് കൊണ്ടുപോയി. ശനിയാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് അപകടം. ഇരിട്ടിയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ് നീണ്ടുനോക്കി ടൗണിൽ യാത്രക്കാരെ ഇറക്കാൻ നിർത്തിയതായിരുന്നു. തൊണ്ടിയിൽ മരമിറക്കി നീണ്ടുനോക്കിയിലേക്ക് വരികയായിരുന്ന പിക്കപ്പ് ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് യാത്രക്കാരെ ഇറക്കുകയായിരുന്ന KSRTC ബസിന് പുറകിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നീണ്ടുനോക്കി ടൗണില് KSRTC ബസ് സ്റ്റോപ്പിൽ KSRTC ബസ് കൊണ്ട് നിർത്തുകയും തൊട്ടു പുറകിൽ വന്ന തൊട്ടി ജീപ്പ് കരിമ്പനക്കൽ റഷീദ് ഓടിച്ച വണ്ടി അവന് എന്തോ പറ്റിയ ബ്രേക്ക് ഔട്ടാൻ പറ്റിയിട്ട് സാധിച്ചിട്ടില്ല. വണ്ടി പാഞ്ഞ് വന്ന് KSRTC ബസ്സിൻ്റെ ബാക്കിൽ തട്ടുകയായിരുന്നു. എന്നിട്ട് ക്യാബിനും ബോണറ്റും എല്ലാം കൂടെ ഉള്ളിലേക്ക് ചുരുങ്ങി അതിനകത്ത് കുടുങ്ങിപ്പോയി. ടൗണിലുള്ള ടിമ്പർ ലോഡിങ്ങിൻ്റെ വ്യാപാരികളുമായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് വടം കെട്ടി അല്ലാതെ ഒക്കെ വലിച്ചിട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് കട്ടർ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഫയർഫോഴ്സിനെ പോലീസിനെയൊക്കെ അറിയിച്ച് അവരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരുടെ സഹായത്താൽ പിടിച്ച് ആളെ എടുത്ത് ആംബുലൻസ് എത്തി വയനാട്ടിലേക്ക് മാനന്തവാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇവിടെ സ്ഥലത്തുണ്ട്. റോഡ് മുഴുവൻ ബ്ലഡും അതുപോലെ തന്നെ കരിയോയിലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അത് ഉടനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ വേറെ ഉണ്ടാവും. ഏതായാലും നാടിനെ എടുക്കിയ ഒരു ഭയങ്കര സംഭവമാണ്. ആൾക്ക് കാര്യമായ പരിക്കുണ്ട്. എന്നാലും എത്രമാത്രം ഗുരുതരമാണെന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. ആളെ കൊണ്ട് ഏതായാലും ആംബുലൻസ് പോയിട്ടുണ്ട്. വണ്ടി വെട്ടിമുറിച്ച് ഇൻഡക്ഷൻ നടത്തുന്നവർ വന്നിട്ട് കട്ടർ കൊണ്ട് അതിൻ്റെ ആംഗിളൊക്കെ വെട്ടിമുറിച്ചിട്ടാണ് ലാസ്റ്റ് പുറത്തെടുത്തത്. KSRTC മുന്നോട്ട് എടുക്കുമ്പം തൊട്ടിവണ്ടി അടക്കം വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമായിരുന്നു. ആൾക്കാർ 100-ഓളം ആൾക്കാർ കൂടിയിട്ട് പോലും ക്യാബിന് ഇത് നൂർത്ത് ആളെ ഡ്രൈവറെ പുറത്തെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതിൽ വെട്ടിമുറിച്ചതിന് ശേഷം എല്ലാവരും കൂടി ആളെ പുറത്തെടുത്തു. അപകടത്തിൽ പിക്കപ്പ് ജീപ്പിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ജീപ്പിന്റെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തത്. അപകടത്തിൽ പിക്കപ്പ് ജീപ്പ് പൂർണ്ണമായും തകർന്നു. KSRTC ബസിന്റെ പുറകുവശത്തെ ചില്ലും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. അരമണിക്കൂറോളം ടൗണിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. അപകടത്തെ തുടർന്ന് കേളകം പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി. പിക്കപ്പ് ജീപ്പിലെ ഓയിൽ റോഡിൽ പരന്നത് പേരാവൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം വെള്ളമൊഴിച്ച് വൃത്തിയാക്കി. ഹൈവിഷൻ ന്യൂസ്, കേളകം.那，